നിറവിലേക്ക് സ്വാഗതം. ദൈവത്തെ പ്രതി സർവവും സഹിക്കാമെന്നുള്ള നിഷ്കപടമായ മനസ്സോടെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കാതെ ആത്മീയ പോരാട്ടത്തിൽ വിജയം വരിക്കാൻ കഴിയില്ല. വിശുദ്ധ ആഡ്രിയൻ നത്താലിയയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ നിറവ് നമുക്ക് ആരംഭിക്കാം. ജെയ്സ് ബാബു ആലപിക്കുന്ന മനോഹരമായ ഗാനം കേൾക്കാം, ആസ്വദിക്കാം. അമ്മ മറന്നാലും മറക്കാത്തവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഉള്ളം കയ്യിൽ താങ്ങുന്നവൻ, സാന്ത്വനം മാത്രം നൽകുന്നവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഉള്ളം കയ്യിൽ താങ്ങുന്നവൻ, സാന്ത്വനം മാത്രം നൽകുന്നവൻ. വീഴ്ചയിലെന്നും എന്നെ താങ്ങുന്നവൻ, കരുണ തൻ കരങ്ങൾ നീട്ടുന്നവൻ, വീഴ്ചയിലെന്നും എന്നെ താങ്ങുന്നവൻ, കരുണ തൻ കരങ്ങൾ നീട്ടുന്നവൻ, കണ്ണുനീരൊപ്പുന്ന കരുണ തൻ കരങ്ങൾ, ആശ്വാസദായകൻ യേശുനാഥൻ, കണ്ണുനീരൊപ്പുന്ന കരുണ തൻ കരങ്ങൾ, ആശ്വാസദായകൻ യേശുനാഥൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഉള്ളം കയ്യിൽ താങ്ങുന്നവൻ, സാന്ത്വനം മാത്രം നൽകുന്നവൻ.
രോഗത്തിൽ നിന്നുമെന്നെ സുഖമാക്കുന്നവൻ, പാപത്തിൻ ഭാരങ്ങൾ മാറ്റുന്നവൻ. രോഗത്തിൽ നിന്നുമെന്നെ സുഖമാക്കുന്നവൻ, പാപത്തിൻ ഭാരങ്ങൾ മാറ്റുന്നവൻ. ജീവിതത്തോണിയിൽ എനിക്കായി നിന്നവൻ, സ്നേഹസ്വരൂപൻ യേശുനാഥൻ. ജീവിതത്തോണിയിൽ എനിക്കായി നിന്നവൻ, സ്നേഹസ്വരൂപൻ യേശുനാഥൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഉള്ളം കൈയിൽ താങ്ങുന്നവൻ, സാന്ത്വനം മാത്രം നൽകുന്നവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഉള്ളം കൈയിൽ താങ്ങുന്നവൻ, സാന്ത്വനം മാത്രം നൽകുന്നവൻ. തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മോടൊപ്പം ബ്രദർ ശശി ഇമ്മാനുവലാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ പേരെന്താണ്? ഈ വിഷയമാണ് അദ്ദേഹം ഇന്ന് നമ്മോട് ചർച്ച ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത യാത്രയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ തനിച്ചാകുന്ന, തളർന്നു പോകുന്ന സമയങ്ങളിൽ നമ്മളെ തുണയ്ക്കാൻ, നമ്മളെ കരുതാൻ കഴിയുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവം അകലങ്ങളിൽ എങ്ങോ ഉള്ള ഒരാളായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നടക്കുന്നവനായിട്ട് നമുക്ക് കാണാൻ, അറിയാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തെ ആ സ്നേഹം പരിപാലിക്കുന്ന നിമിഷങ്ങളെ നമുക്ക് കാണാൻ പറ്റുക. ഞാനൊരു കുഞ്ഞു സംഭവം പറയാം. എനിക്ക് 3 മക്കളുണ്ട്. അതിൽ മൂത്ത മകൻ ഒരു ദിവസം ധൂർത്തുപുത്രനെ പോലെയല്ല, അവനിങ്ങനെ പറയുന്നു, ഇനി മുതൽ ഞാൻ തനിച്ച് ഉറങ്ങാം. അതുവരെയും അമ്മയുടെയും അല്ലെങ്കിൽ സഹോദരങ്ങളുടെയൊക്കെ കൂടെ കിടന്നിരുന്ന ഈ കുഞ്ഞ് വീട്ടിലെ ഒരു ഒഴിഞ്ഞ മുറിയിലെ കട്ടിലിൽ കയറി ഉറങ്ങാൻ അവൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ കട്ടിലിൽ അവൻ തന്നെ തനിച്ചുറങ്ങി തുടങ്ങി. ഒരു ദിവസം രാവിലെ ഈ കുഞ്ഞ് പല്ല് തേക്കുന്നതിൻ്റെ ഇടയിലോ മറ്റോ പങ്കുവെച്ചു, ഞാൻ ഇന്നലെ കട്ടിലിൽ നിന്ന് ആഘോഷമായിട്ട് താഴേക്ക് വീണു. അപ്പോൾ ഞങ്ങൾ ആ സമയത്താണ് അത് മനസ്സിലാക്കിയത്. വളരെ സൈഡിലേക്ക് ഉരുണ്ട് വന്ന് എങ്ങനെയൊക്കെയാണ് കുഞ്ഞ് താഴെ വീണിരിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ അവൻ കട്ടിലിൽ ഉറങ്ങുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവൻ്റെ പിതാവെന്ന നിലയിൽ ഞാൻ അവനെ നീക്കിക്കിടത്തും. അവൻ താഴെ ഉരുണ്ട് വീഴാതിരിക്കാൻ ഞാൻ തലയിണ അവന് കുറുകെ വെച്ചു കൊടുക്കാൻ തുടങ്ങി. ഇതുകൊണ്ടും എൻ്റെ മനസ്സ് തൃപ്തി വരാത്തത് കൊണ്ട് ഞാൻ അവൻ എങ്ങാനും താഴെ വീണാൽ അവനൊന്നും സംഭവിക്കാതിരിക്കാൻ ആ കുറേ തുണി അതിന് താഴെ വിതറാൻ തുടങ്ങി. എങ്ങാനും വീഴുകയാണെങ്കിൽ ആ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ പ്രഭാതത്തിൽ ഉണർന്ന് കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ തിരിച്ച് തുണികളൊക്കെ മാറ്റുകയും തലയണ ശരിക്കി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മകൻ ഒരുപക്ഷെ അവന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് അറിയണം എന്നില്ല. ദൈവത്തെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്
നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും സഹനങ്ങളും ഒരാവശ്യങ്ങളും വരുമ്പോൾ ഓടിച്ചെന്ന് ആശ്രയിക്കാനുള്ള ഒരിടമായിട്ട് വളരെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ഒരു ഉത്തരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടാതെ പോകുമ്പോൾ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു അമ്മ പറഞ്ഞു, മകള് അപ്പൻ്റെ സൗഖ്യത്തിന് വേണ്ടി വെള്ളിയാഴ്ചകളിൽ കുരിശിൻ്റെ വഴി ചൊല്ലി കുറേ പ്രാർത്ഥിച്ചു, എന്നിട്ടും രോഗം മാറിയില്ല, അദ്ദേഹം മരിച്ചു. ഇപ്പം മകൾ പ്രാർത്ഥിക്കാറില്ല. അപ്പം ചിലപ്പോഴൊക്കെ ദൈവം കേൾക്കാതെ പോകുന്ന പ്രാർത്ഥനകൾ, ദൈവം ഉത്തരം തരാത്ത ചില മേഖലകൾ നമ്മുടെ വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്തേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്കായിട്ട് ചിലത് ഒരുക്കുന്നവനാണ്. കാരണം ദൈവം പിതാവാണ്. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ ദൈവം എനിക്ക് വേണ്ടി, ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി എന്നെ എങ്ങോട്ടോ മാറ്റിക്കിടത്തുന്ന, എനിക്ക് കുറുകെ ചിലതൊക്കെ വയ്ക്കുന്ന, ഇനി അതിനും അപ്പുറത്ത് ഞാൻ ഉരുണ്ട് താഴെ വീണാൽ എനിക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ എനിക്ക് ചുറ്റും ചിലതൊക്കെ നിരത്തി വയ്ക്കുന്ന, കൈകളിൽ താങ്ങിയെടുക്കാൻ ദൂതന്മാരെ നിർത്തുന്ന ഒരു ദൈവമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന സമയത്ത് ആ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നു. മനോഹരമായ ഒരു ഗാനമുണ്ട്, എൻ്റെ ദൈവം എന്നെ എന്നും സ്നേഹിക്കുന്നു, താതനെപ്പോൽ അവിടുന്ന് പാലിക്കുന്നു, തൻ്റെ ഉള്ളം കയ്യിൽ എന്നെ സൂക്ഷിക്കുന്നു, മക്കളെപ്പോൽ കരുതലോടെ പാലിക്കുന്നു. ഒരു കുഞ്ഞു ദേവാലയത്തിൽ ഒരു കൊച്ചുമിടുക്കൻ എന്നും വന്ന് പ്രാർത്ഥിക്കുന്നത് വൃദ്ധനായ ഒരു പ്രൊഫസർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ പ്രാർത്ഥനകൾ, കൊച്ചു പയ്യനാണ്, ശ്രദ്ധിച്ച് ഒരു ദിവസം ഈ മനുഷ്യൻ ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? അവൻ പറഞ്ഞു, ആദ്യമൊന്നും മറുപടി പറയാൻ തയ്യാറായില്ല, നാണം കുണുങ്ങിയായി നിന്നു. ഒടുവിൽ അവൻ പറഞ്ഞു, സർ, ഞാൻ നേരെ പോയിട്ട് മാതാവിൻ്റെ അടുത്ത് പറയും, അമ്മേ ഈശോടൊന്ന് ചോദിക്കണേ എന്നെ ഓർക്കുന്നുണ്ടോ, അമ്മേ ഈശോടൊന്ന് ചോദിക്കണേ എന്നെ ഓർമ്മയുണ്ടോ. അപ്പോൾ മാതാവ് എന്നോട് പറയും, ഈശോ പറഞ്ഞു ഈശോയ്ക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്, എങ്കിൽ പറയണേ ഈശോയോട് എന്നെ മറക്കല്ലേ എന്ന്. ഇത് രണ്ടുമാണ് അവൻ്റെ പ്രാർത്ഥന. എങ്ങനെയോന്നറിയാതെ നമ്മൾ ഹൃദയമില്ലാതെ പ്രാർത്ഥിക്കാൻ പഠിച്ചുപോയി എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ചിലപ്പോഴൊക്കെ പറ്റുന്ന ഒരു അപകടം. ആ കൊച്ചു കുഞ്ഞ് നിഷ്കളങ്കമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്നെ ഓർക്കുന്നുണ്ടോയെന്ന് ഈശോടൊന്ന് ചോദിക്കൂ. അതിന് മറുപടി കിട്ടുമ്പോൾ അവൻ പറയുന്നു, എന്നെ മറക്കല്ലേ എന്ന് ഈശോയോടൊന്ന് പറയാമോ. ഇത് എത്രയോ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ദൈവം, തിരുവചനം പറയുകയാണ്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഭക്തി എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം വ്യക്തിയോടുള്ള സ്നേഹം എന്നാണ്. ദൈവത്തോട് വ്യക്തിപരമായ സ്നേഹമില്ലാതെ, ഒരു പേഴ്സൺ എന്ന നിലയിലുള്ള ബന്ധമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ യാത്രയിൽ വളരാനോ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ APJ അബ്ദുൽ കലാം പറഞ്ഞു, വാട്ട് ഈസ് ഡിവോഷൻ? ടു ഫോൾ ഇൻ ലവ് വിത്ത് ഗോഡ്. ദൈവവുമായി പ്രേമത്തിലാകുന്നതിൻ്റെ പേരാണ് ഭക്തി. അതുകൊണ്ട് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് കേൾക്കുമ്പോൾ വിദ്യാലയത്തിൻ്റെ വാതിൽക്കൽ ഇങ്ങനത്തെ വാക്കുകൾ എഴുതി വെച്ച ദൈവഭക്തിയുള്ള കുഞ്ഞ് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിക്കും. അതൊന്നും ജീവിതത്തിൽ വിജയമാകണം, ഫുൾ A+ കിട്ടിയത് കൊണ്ട് ഒരാൾ ജീവിതത്തിൽ വലിയ വിജയമാവണമെന്നൊന്നും നമ്മൾ കരുതരുത്. വിജയമാകാം, ആകാതിരിക്കാം. പക്ഷെ ദൈവഭക്തി അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ബന്ധത്തെ കാണിക്കുന്നു. ആ ബന്ധമെന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളിൽ നിരവധി ഇടങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. തൻ്റെ എല്ലാ തകർച്ചയുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും നല്ലവനാണ് ദൈവം എന്ന ഒരു അനുഭവം ഒരു ദൈവ പൈതൽ തൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. മരിയ ഗൊരേത്തിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കാമാന്ധത ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ പാപത്തിന്
തിന്മയ്ക്ക് അവളെ നിർബന്ധിക്കുകയും അതിന് അവൾ വഴങ്ങാത്തത് കൊണ്ട് മാത്രം അവളെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ അരും കൊലപാതകത്തിൻ്റെ ആ ഒരു വഴിയിൽ മരണാസന്നയായിട്ട് കിടക്കുന്ന മരിയയോട് വൈദികൻ ചോദിക്കുന്നുണ്ട്, നീ അലക്സാണ്ടറിനോട് ക്ഷമിക്കുമോ? അതിനാ കുഞ്ഞ് വിശുദ്ധ കൊടുത്ത മറുപടി എന്താണ്? ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുക മാത്രമല്ല, എനിക്ക് അവനെ സ്വർഗത്തിൽ കാണണം. ഈശോയുടെ അടുത്ത് അവനും എത്തണം. പ്രിയമുള്ളവരെ, ആത്മീയതയ്ക്ക് എൻ്റെ ദൈവം എത്രയോ നല്ലവനാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും അത് എൻ്റെ നാശത്തിനല്ല എന്നുള്ള ബോധ്യം ഈ പുണ്യവതിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ മരിയ ഗൊരേത്തിയെ പുണ്യവതിയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നിടത്ത് അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് നന്മയുടെ വഴി തിരഞ്ഞെടുത്ത് ഒരു എളിയ സഹോദരനായിട്ട് ആ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ മരിയ ഗൊരേത്തിയുടെ അമ്മ അസൂന്തയോടൊപ്പം അവിടെ വന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരാണ്, ഒരു ബന്ധത്തിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് കുറേ ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ ചൊല്ലിത്തീർക്കുന്ന പ്രാർത്ഥനകളോ ആക്കി നമുക്ക് മാറ്റാതിരിക്കാം. മാത്രമല്ല, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മൾ നിലംപതിക്കാതിരിക്കാൻ നമുക്ക് മുൻപേ അവൻ ഉറങ്ങാതെ കാവൽ നിൽക്കുന്നു. കാരണം എൻ്റെ ദൈവം എന്നെ എന്നും സ്നേഹിക്കുന്നവനാണ്. ഒരു താതനെപ്പോലെ അവിടുന്ന് എന്നെ കരുതുന്നവനാണ്. തൻ്റെ ഉള്ളം കൈയിൽ എന്നെ കാത്തുപാലിക്കുന്നവനാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം പ്രിയമുള്ളവരെ, അത് മറ്റെന്തിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും? ആപത്തോ പട്ടിണിയോ നഗ്നതയോ വാളോ ഇന്നുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ, ഇങ്ങനെ ഒരു നീണ്ട പട്ടിക അദ്ദേഹം പറയുന്നുണ്ട്. റോമാലേഖനം 8:35 നമുക്കിത് കാണാം. അപ്പോൾ നമ്മളിന്ന് കടന്നു പോകുന്ന ഈ ഒരു സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ ഒരു നടുവിൽ നമുക്ക് ഓർക്കാം, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്. അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ അനുവദിച്ചാൽ എനിക്കായിട്ടൊരു പരിഹാരം അവിടുന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമേ നമുക്ക് ആവശ്യമുള്ളൂ, ആ കൊച്ചുമിടുക്കനെ പോലെ ഒരു വലിയ വിശ്വാസം നമുക്കുണ്ടാവുക. ഈശോ, നീ എന്നെ ഒരിക്കലും മറക്കല്ലേ. കർത്താവ് നമ്മളെ ഒരിക്കലും മറക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ലോകം മുഴുവൻ എന്നെ മറന്നാലും എനിക്ക് എന്താണ് കുഴപ്പം? എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നുണ്ട്. അവിടുന്ന് ഒരു താതനെ പോലെ, ഒരപ്പനെ പോലെ അവിടുന്ന് എന്നെ കരുതുന്നുണ്ട്. ഒരിക്കലൊരു സായാഹ്നത്തിൽ നടക്കാൻ പോകുമ്പോൾ ഒരു കുഞ്ഞു മിടുക്കി ഉള്ള പിതാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തിരി വഴുക്കലൊക്കെയുള്ള ഒരിടത്തെത്തുമ്പോൾ അവൾ പറയുന്നു, അപ്പൻ എൻ്റെ കരങ്ങൾ പിടിക്കണം. അതിന് ഈ അപ്പൻ പറയുന്നു, കുഞ്ഞെ നീ എൻ്റെ കരങ്ങളിൽ പിടിച്ചാൽ മതി. അവൾ സമ്മതിക്കുന്നില്ല, അപ്പൻ തന്നെ പിടിക്കണം. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഈ അപ്പൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചാൽ പോരായിരുന്നോ? പിന്നെ എന്തിനാണ് ഞാൻ പിടിക്കണം എന്ന് നീ നിർബന്ധിച്ചത്? അവൾ പറഞ്ഞു, അപ്പൻ എൻ്റെ കരങ്ങളിൽ പിടിക്കുമ്പോൾ ഞാൻ അപ്പയുടെ കരങ്ങളിൽ പിടിച്ച ഏത് സമയത്തും ഞാനത് വിട്ട് താഴെ വീണേക്കാം. അപ്പയാണ് എന്നെ പിടിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ വീഴാൻ അങ്ങ് അനുവദിക്കില്ല. എത്ര മനോഹരമാണ്, എത്രയോ ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളോട് പറഞ്ഞത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. അത്രമേൽ നമ്മളെ സ്നേഹിച്ച ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദൈവ തിരുമുമ്പിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. നമുക്കായിട്ട് അവൻ കരുതുന്നവനാണ്. നമ്മൾ വീണാലും ഇല്ലാതാകാതിരിക്കാൻ അവിടുന്ന് കരങ്ങൾ നീട്ടുന്നുണ്ട്. ആ ദൈവത്തിന് നന്ദി പറയാം. ആ ദൈവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. ആമേൻ. പോസിറ്റീവ് വൈബ്സിൽ നിഷ ചേച്ചി നമ്മോടൊപ്പം ചേരുന്നു. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. കുട്ടികൾക്കായി നിർമ്മിക്കപ്പെട്ട പല ചിത്രങ്ങളും കഥകളുമൊക്കെ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കൊച്ചു ചിത്രമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്.
പിടിച്ചു വയ്ക്കുകയും കരുതി വയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലുതാണ് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എന്ന് തിരിച്ചറിയുന്ന ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മളും പലപ്പോഴും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നവരാണ്. നേടിയെടുക്കുന്നതിലുള്ള ആനന്ദം, കരുതി വയ്ക്കുന്നതിലുള്ള ആനന്ദം, സംരക്ഷിക്കുന്നതിലുള്ള ആനന്ദം, അതാണ് വലുത് എന്ന് കരുതി ജീവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഉപേക്ഷിക്കുന്നതിൻ്റെയും വിട്ടുകൊടുക്കുന്നതിൻ്റെയും ആനന്ദം പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിയാറില്ല. സ്നേഹത്തിൽ നിന്നുള്ള ത്യാഗവും ആ ത്യാഗത്തിൽ നിന്ന് ഉയരുന്ന ഒരു ആനന്ദവും അത് മറ്റു തരത്തിലുള്ള സന്തോഷങ്ങളുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ്. നമ്മുടെ ത്യാഗങ്ങൾ വഴി മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മയെക്കുറിച്ചുള്ള സന്തോഷം മാത്രമല്ല അത്, മറിച്ച് ഉരുകിത്തീരുമ്പോൾ തന്നിൽ നിന്ന് ഉയരുന്ന സുഗന്ധത്തെ ഓർത്ത് കുന്തിരിക്കത്തിൻ്റെ ഉള്ളിലുയരുന്ന ഒരു ആനന്ദം. സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ത്യാഗവും ആ ത്യാഗത്തിൽ നിന്ന് ഉളവാകുന്ന ആനന്ദവുമുണ്ട്. അത്തരത്തിലുള്ള ആനന്ദം മറ്റ് സന്തോഷങ്ങളുമായി താരതമ്യപ്പെടുത്താൻ പോലും കഴിയാത്തതാണ്. നമ്മുടെ ത്യാഗങ്ങളിൽ നിന്ന്, വിട്ടുകൊടുക്കലിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മയെക്കുറിച്ചുള്ള സന്തോഷം മാത്രമല്ലാതെ അതിനുമപ്പുറം എരിഞ്ഞു തീരുമ്പോൾ തന്നിൽ നിന്ന് ഉയരുന്ന പ്രകാശത്തെ ഓർത്ത് ഒരു മെഴുതിരിയുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം, ഉരുകിത്തീരുമ്പോൾ തന്നിൽ നിന്നും പരക്കുന്ന സുഗന്ധത്തെ ഓർത്ത് കുന്തിരിക്കത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം കൂടിയാണത്. അസ്തിത്വപരമായ ഒരു ആനന്ദം. ഇതുവരെ നേടുന്നതിൻ്റെയും ശേഖരിക്കുന്നതിൻ്റെയും കരുതി വയ്ക്കുന്നതിൻ്റെയും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെയും സന്തോഷങ്ങൾ മാത്രമാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതെങ്കിൽ വിട്ടുകൊടുക്കലിൻ്റെ, ഉപേക്ഷിക്കലിൻ്റെ, ത്യാഗത്തിൻ്റെ ആനന്ദം കൂടി ഒന്ന് രുചിച്ചറിയാനായി നമുക്ക് ശ്രമിക്കാം. ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെയാണെങ്കിലും. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ ആത്മീയ പോരാട്ടത്തിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് വിജയം കൈവരിക്കാൻ ശ്രമിക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മറന്നാലും മറക്കാത്തവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഉള്ളം കൈയിൽ താങ്ങുന്നവൻ, സാന്ത്വനം മാത്രം നൽകുന്നവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഉള്ളം കൈയിൽ താങ്ങുന്നവൻ, സാന്ത്വനം മാത്രം